ഹലോ ഓൾ, എല്ലാവർക്കും ബോട്ടണി മാസ്റ്റേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഫൈലം ആർത്രോപോഡയുടെ ക്ലാസ്സസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫൈലം ആർത്രോപോഡയുടെ ജനറൽ ക്യാരക്ടേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് 4 ക്ലാസ്സസാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത്. ക്ലാസ് ക്രസ്റ്റേഷ്യ, ഇൻസെക്റ്റ, മീറോസ്റ്റൊമാറ്റ, മിസിയാപോഡ. ഇത്തരത്തിൽ 4 ക്ലാസ്സസും അതിൻ്റെ എക്സാമ്പിൾസുമാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ആദ്യം കൊടുത്തിട്ടുള്ളത് ക്ലാസ് ക്രസ്റ്റേഷ്യയാണ്. ക്ലാസ് ക്രസ്റ്റേഷ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ അക്വാറ്റിക് ആർത്രോപോഡ്സ്. അപ്പം അക്വാറ്റിക് ആർത്രോപോഡ്സ് ആണ് ക്ലാസ് ക്രസ്റ്റേഷ്യയിൽ വരുന്നത്. മോസ്റ്റ് സ്പീഷീസ് ആർ മറൈൻ ബട്ട് എ ഫ്യൂ ആർ ഫ്രഷ് വാട്ടർ ഫോംസ്. മിക്കവാറും എല്ലാ സ്പീഷീസുകളും മറൈൻ ആണ്, കുറച്ചൊക്കെ ഫ്രഷ് വാട്ടർ ഫോംസും ഉണ്ട്. ദ ഗ്രൂപ്പ് ഇൻക്ലൂഡ്സ് പ്രൗൺ, ലോബസ്റ്റേഴ്സ്, ക്രേ ഫിഷസ്, ക്രാബ്സ് എക്സെട്ര. അപ്പോൾ പ്രോൺസും ലോബ്സ്റ്റേഴ്സും അതുപോലെ തന്നെ ക്രാബ്സും ക്രേ ഫിഷസും ഒക്കെയാണ് ഈ ഒരു ക്ലാസ്സിൽ വരുന്നത്. സാലൻ ഫീച്ചേഴ്സ് നോക്കാം. ബൈലാറ്ററൽ സിമെട്രിക്കൽ ബോഡി കവേർഡ് ബൈ എ ക്യൂട്ടിക്കുലർ എക്സോസ്കെലട്ടൻ. ദ്വിപാർശ്വ സമമിതി കാണിക്കുന്നവരാണ്. അതുപോലെ തന്നെ അവർക്കൊരു ക്യൂട്ടിക്കുലർ എക്സോസ്കെലട്ടൻ ഉണ്ട്. ദ ബോഡി ഹാസ് 3 ഡിവിഷൻസ്: ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡമൻ. ബോഡി 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്: ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ. ഹെഡ് ബിയേഴ്സ് എ പെയർ ഓഫ് സ്റ്റാക്ഡ് കോമ്പൗണ്ട് ഐസ് ആൻഡ് 5 പെയർ ഓഫ് അപ്പൻഡേജസ്. ഹെഡിൽ എന്തൊക്കെയുണ്ട്? സ്റ്റോക്ഡ് കോമ്പൗണ്ട്, പെയർ ഓഫ് സ്റ്റോക്ഡ് കോമ്പൗണ്ട് ഐസും ഉണ്ട്. അതുപോലെ തന്നെ 5 പെയർ ഓഫ് അപ്പൻഡേജസും ഉണ്ട്. അടുത്തത് തൊറാക്സ് ആൻഡ് അബ്ഡമൻ മേ ബിയർ ടിപ്പിക്കലി എ പെയർ ഓഫ് അപ്പൻഡേജസ് ഇൻ ഈച്ച് സെഗ്മെന്റ്. ഇനി തൊറാക്സും അബ്ഡമനും എന്ത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്? പെയർ ഓഫ് അപ്പൻഡേജസ്. ഓരോ സെഗ്മെന്റിലും ആ പെയർ ഓഫ് അപ്പൻഡേജസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അടുത്തത് പെരിവിസറൽ കാവിറ്റി ഈസ് ഹീമോസീൽ. എന്താണ് ഹീമോസീൽ? ഹീമോസീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സീലോം ഇസ് ഫിൽഡ് വിത്ത് ബ്ലഡ്. അതിനാണ് നമ്മൾ ഹീമോസീൽ എന്ന് പറയുന്നത്. അപ്പം പെരിവിസറൽ കാവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീമോസീലാണ്. ഹെൻസ് സീലോം ഈസ് മച്ച് റെഡ്യൂസ്ഡ്. അതുകൊണ്ട് തന്നെ സീലം എന്ന് പറയുന്നത് വളരെ റെഡ്യൂസ്ഡ് ആണ്. ബ്ലഡ് വാസ്കുലർ സിസ്റ്റം ഈസ് ഓഫ് ദി ഓപ്പൺ ഓർ ലാക്യുനാർ ടൈപ്പ്. ഓപ്പൺ അല്ലെങ്കിൽ ലാക്യുനാർ ടൈപ്പ് ആയിരിക്കും ബ്ലഡ് വാസ്കുലർ സിസ്റ്റം. റെസ്പിറേഷൻ ഈസ് മോസ്റ്റ്ലി ബൈ ഗിൽസ്. എന്തുകൊണ്ട് ഗിൽസ് വഴിയെന്ന് പറയാൻ കാരണം ബിക്കോസ് ദേ ആർ അക്വാറ്റിക് അല്ലേ. അക്വാറ്റിക് ഫോംസ് ആയതുകൊണ്ട് തന്നെ റെസ്പിറേഷൻ ഏത് വഴിയായിരിക്കും? ഗിൽസ് വഴിയായിരിക്കും. എക്സ്ക്രീറ്ററി ഓർഗൻസ് ഇൻക്ലൂഡ്സ് ആന്റിനറി ഗ്ലാൻസ് ആൻഡ് മാക്സിലറി ഗ്ലാൻസ്. എക്സ്ക്രീറ്ററി ഓർഗൻസ് ആന്റിനറി ഗ്ലാൻസും അതുപോലെ തന്നെ മാക്സിലറി ഗ്ലാൻസ്. സെക്ഷുവൽ ഡൈമോർഫിസം ഈസ് വെരി കോമൺ. അപ്പം ഇതാണ് ക്ലാസ് ക്രസ്റ്റേഷ്യനെ കുറിച്ച് പറയാനുള്ളത്. അപ്പം എല്ലാ തവണയും പറയുന്ന പോലെ നമ്മൾ ഒരു പോയിന്റ്സ് മിസ്സാവരുതെന്ന് കരുതിയിട്ടാണ് മൊത്തം ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്ന പോയിന്റ്സ് ഏതാണോ അത് നോട്ട് ചെയ്ത് പഠിക്കുക. ഇപ്പം ഇതിൽ പറയുകയാണെങ്കിൽ റെസ്പിറേഷൻ ഗിൽസ് വഴിയാണ്. അതുപോലെ തന്നെ ഇപ്പം എക്സ്ക്രീറ്ററി ഓർഗൻസ് ആന്റിനറി ഗ്ലാൻസും അതുപോലെ തന്നെ മാക്സിലറി ഗ്ലാൻസുമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം നമ്മൾ പോയിന്റ്സ് ഒന്നും വിടരുത് എന്നുള്ളൊരു രീതിക്കാണ് ഇത് മൊത്തമായിട്ട് വായിച്ചു പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് അതനുസരിച്ച് പഠിക്കാം. പിന്നെ പറയാനുള്ളത്, നമ്മൾ ഇതേപോലെ മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അതായത് കുറച്ച് ടോപ്പിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മളിതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആയിരിക്കും ക്വസ്റ്റ്യൻസ് ആയിട്ട് ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതുകൂടി വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ക്രസ്റ്റേഷ്യയുടെ എക്സാമ്പിളായിട്ട് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത് ഫിനേസ് ആണ്. ഓക്കെ, അടുത്തത് ക്ലാസ് ഇൻസെക്റ്റിനെ പറ്റിയാണ് പറയുന്നത്. എയർ ബ്രീത്തിങ്, മോസ്റ്റ്ലി ടെറസ്ട്രിയൽ ആൻഡ് ഏരിയൽ ആൻഡ് റയർലി അക്വാറ്റിക് ആർത്രോപോഡ്സ്. മോസ്റ്റ്ലി ടെറസ്ട്രിയൽ ആണ്, ചിലതൊക്കെ അക്വാറ്റിക് ആയിട്ടുള്ള ഫോംസും ഉണ്ട്. ദ ഗ്രൂപ്പ് ഇൻക്ലൂഡ്സ് കോക്രോച്ചസ്, മോസ്കിറ്റോസ്, ഹൗസ് ഫ്ലൈസ്, ഹണിബീസ്, ബട്ടർഫ്ലൈസ്, സിൽക്ക് മോത്ത്, ബെഡ് ബഗ്സ്, ഹെഡ് ലൈസ് എക്സെട്ര. അപ്പം ഇവിടെ വരുന്ന ചോദ്യം എങ്ങനെയായിരിക്കും? ഈ കോക്രോച്ച്, മോസ്കിറ്റോ, ഹൗസ് ഫ്ലൈസ് ഇവരൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ക്ലാസ് ഏതാണ്? ക്ലാസ് ഇൻസെക്റ്റയാണ്. ഇനി അതിൻ്റെ മേജർ ഫീച്ചേഴ്സ് നോക്കാം. സെഗ്മെന്റഡ് ബോഡി വിത്ത് ഹെഡ്, തൊറാക്സ് ആൻഡ് അബ്ഡമൻ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോഡി ഹെഡ്, തൊറാക്സ്, അബ്ഡമൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരംതിരിക്കാനായിട്ട് പറ്റും. ഹെഡ് ഈസ് 6 സെഗ്മെന്റഡ്. ഹെഡ് എത്ര സെഗ്മെന്റഡ് ആണ്? 6 സെഗ്മെന്റഡ് ആണ്. വിത്ത് പെയർ ഓഫ് കോമ്പൗണ്ട് ഐസ് ആൻഡ് ആന്റിനയും. ഹെഡിൽ എന്തൊക്കെ കാണപ്പെടുന്നുണ്ട്? പെയർ ഓഫ് കോമ്പൗണ്ട് ഐസും കാണുന്നുണ്ട്, അതുപോലെ തന്നെ ആന്റിനയും കാണുന്നുണ്ട്. തൊറാക്സ് ഈസ് 3 സെഗ്മെന്റഡ്. തൊറാക്സ് എത്ര സെഗ്മെന്റ് ആണ്? 3 സെഗ്മെന്റ് ആണ്. യൂഷ്വലി വിത്ത് 3 പെയർസ് ഓഫ് ലെഗ്സ് ആൻഡ് 2 പെയർസ് ഓഫ് വിങ്സ്. ഓക്കെ, അതായത് 3 പെയർ ഓഫ് ലെഗ്സും അതുപോലെ തന്നെ 2 പെയർ ഓഫ് വിങ്സും ഇതിൽ കാണാനായിട്ട് പറ്റും. അടുത്തത് അബ്ഡോമൻ ഹാസ് 7 to 11 സെഗ്മെന്റ്സ്. അബ്ഡോമൻ എത്ര സെഗ്മെന്റ് ആണ്? 7 മുതൽ 11 സെഗ്മെന്റ്സ് വരെ കാണപ്പെടാറുണ്ട്. വിത്തൗട്ട് അപ്പൻഡേജസ് ഇൻ അഡൾട്ട് ഫോമിൽ അബ്ഡോമിനൽ റീജിയൻസിൽ അങ്ങനെ അപ്പൻഡേജസ് ഒന്നും കാണാനായിട്ട് പറ്റില്ല.
ലിവർ ഓൾ ടുഗെദർ ആബ്സെന്റ്, ലിവർ ആബ്സെന്റ് ആണ്, ബട്ട് സലൈവറി ഗ്ലാൻസ് ആർ പ്രസന്റ്, സലൈവറി ഗ്ലാൻസ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹാർട്ട് ഈസ് ലോങ്, ട്യൂബുലാർ ആൻഡ് ചേംബേർഡ് വിത്ത് ലാറ്ററൽ ഓസ്റ്റിയ. ഹാർട്ട് ലോങ് ആണ്, ട്യൂബുലാർ ആണ്, ചേംബേർഡ് ആണ്, പിന്നെന്താണ് അവരിൽ ലാറ്ററൽ ഓസ്റ്റിയ ഓപ്പണിംഗ് കാണുന്നുണ്ട്. റെസ്പിറേറ്ററി ഓർഗൻസ് ആർ ട്രക്കിയൽ ട്യൂബ്സ്, റെസ്പിറേറ്ററി ഓർഗൻസ് എന്താണ്? ട്രക്കിയൽ ട്യൂബ്സ് ആണ്. അതുപോലെ എക്സ്ക്രീറ്ററി ഓർഗൻസ് മാൽപീജിയൻ ട്യൂബ്സ് ആണ്. Then sexes are separate. Fertilization, internal and development is direct or indirect. ഇവിടെ നിങ്ങൾ നോക്കാനുള്ളത് ഹെഡ് എത്ര സെഗ്മെന്റ് ആണ്? ഹെഡ് 6 സെഗ്മെന്റഡ് ആണ്, തൊറാക്സ് 3 സെഗ്മെന്റഡ് ആണ്, അബ്ഡോമൻ 7 to 11 സെഗ്മെന്റ്സ് ആണ്. ഇത്രയും ഓർത്തിരിക്കുക. അതുപോലെ തന്നെ എക്സ്ക്രീറ്ററി ഓർഗൻസ് മാൽപീജിയൻ ട്യൂബ്സ് ആണ്. റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ട്രക്കിയൽ ട്യൂബ്സ് ആണ്. ഓക്കെ, അതുപോലെ എക്സാമ്പിൾസും പഠിച്ചു വെക്കുക. നമ്മുടെ സിലബസിൽ ഈ ക്ലാസ് ഇൻസെക്റ്റിക്ക് കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ഹണിബി ആണ്. ഇത് ഹണിബി കൂടാതെ കോക്രോച്ച്, മോസ്കിറ്റോ, ഹൗസ് ഫ്ലൈ, ബട്ടർഫ്ലൈ, സിൽക്ക് മോത്ത് തുടങ്ങിയെല്ലാം ഈ ക്ലാസ് ഇൻസെക്റ്റിൽ വരുന്നതാണെന്ന് കൂടി ഓർത്തിരിക്കാം. അടുത്ത ക്ലാസ് ആണ് ക്ലാസ് മീറോസ്റ്റൊമാറ്റ. ക്ലാസ് മീറോസ്റ്റൊമാറ്റന്റെ എക്സാമ്പിൾ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത് ലിമുലസ് ആണ്. ലിമുലസിന്റെ കോമൺ നെയിം എന്ന് പറയുന്നത് ഹോഴ്സ് ഷൂ ക്രാബ് ആണ്. അപ്പം നമുക്ക് ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ അതിന്റെ ജനറൽ ഫീച്ചേഴ്സ് നോക്കാം. ലിമുലസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ദെയർ ബോഡി ഈസ് ഡിവൈഡഡ് ഇൻ ടു 3 പാർട്സ്, ദാറ്റ് ഈസ് പ്രോസോമ, ഒഫിസ്തോമ ആൻഡ് ടെൽസം. ഇത്തരത്തിൽ 3 ഭാഗങ്ങളായിട്ടാണ് നമ്മുടെ ലിമുലസിന്റെ ബോഡി ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ സെഗ്മെന്റ്സിനെ പറയുന്നത് പ്രോസോമ, ഒഫിസ്തോമ ആൻഡ് ടെൽസം. ഇതിൽ ഈ പ്രോസോമ എന്ന് പറയുന്നത് ഹോഴ്സ് ഷൂ ഷേപ്ഡ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ലിമുലസിനെ ഹോഴ്സ് ഷൂ ക്രാബ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പ്രോസോമ എന്നുള്ളത് ഈ ക്രാബിന്റെ അല്ലെങ്കിൽ ലിമുലസിന്റെ ഫ്രണ്ട് പാർട്ടാണ്. ഓക്കെ, ദെൻ ഈ പ്രോസോമ റീജിയന്റെ മുകൾ ഭാഗം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ 10 ഐസ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ പ്രോസോമ റീജിയന്റെ മുകൾ ഭാഗത്ത് 10 ഐസും അതുപോലെ തന്നെ അതിന്റെ താഴ്ഭാഗത്തായിട്ട് 6 പെയർ ഓഫ് അപ്പൻഡേജസും കാണാനായിട്ട് പറ്റുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? ഇനി ഇവർക്ക് വാക്കിങ്ങിന് വേണ്ടിയിട്ട് 5 പെയർസ് ഓഫ് അപ്പൻഡേജസ് ഉണ്ട്. അതുപോലെ തന്നെ ഫുഡ്, മൗത്തിൽ നിന്നും ഫുഡ് ബാക്കിയുള്ള ഭാഗത്തേക്ക് അങ്ങോട്ട് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ദേ ഹാവ് എ പെയർ ഓഫ് കെലീസെറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രക്ചറും കൂടിയുണ്ട്. ഓക്കെ, അടുത്തത് നമ്മുടെ ഒഫിസ്തോമ. നമ്മൾ പറഞ്ഞു ഒരു പാർട്ട് എന്ന് പറയുന്നത്, ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പ്രോസോമയാണ്, രണ്ടാമത്തെ ഭാഗം ഒഫിസ്തോമയാണ്, മൂന്നാമത്തെ ഭാഗം ഏതായിരുന്നു? ടെൻസൺ ആണ്. ഇതില് ഈ ഒഫിസ്തോമ അല്ലെങ്കിൽ അബ്ഡോമൻ റീജിയനെ പ്രോസോമയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹിഞ്ച് റീജിയൻ ഉണ്ട്. ഓക്കെ, ഒരു ഹിഞ്ച് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അതായത് പ്രോസോമേനെയും ഒഫിസ്തോമേനെയും കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ഹിഞ്ച് ഉണ്ട്. ആൻഡ് ലാസ്റ്റ് പോർഷൻ ആണ് ഏത്? ടെൽസൺ എന്നുള്ളത്. ടെൽസൺ മീൻസ് ടെയിൽ ആണ്. ഈ ടെയില് ഒഫിസ്തോമയുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പം പ്രോസോമ ഈസ് കണക്റ്റഡ് വിത്ത് ഒഫിസ്തോമ വിത്ത് ഹിഞ്ച് ആൻഡ് ഒഫിസ്തോമ ടെൻസനുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ക്ലാസ് മീറോസ്റ്റൊമാറ്റേന്റെ ഒരു സ്ട്രക്ചർ വരുന്നത്. ഇതിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ലിമുലസ് അല്ലെങ്കിൽ ഹോഴ്സ് ഷൂ ക്രാബ് ആണ്. ആൻഡ് ലാസ്റ്റ് ക്ലാസ് ആണ് ക്ലാസ് മിരിയാപോഡ. ഇതിലെന്താ പറയുന്നത് നോക്കാം. എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് വേം ലൈക്ക് മൾട്ടി ലെഗ്ഡ് ആൻഡ് എയർ ബ്രീത്തിങ് ടെറസ്ട്രിയൽ ആർത്രോപോഡ് ഇൻക്ലൂഡ് സെന്റിപെഡ്സ് ആൻഡ് മില്ലിപെഡ്സ്. അപ്പം ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേം ലൈക്ക് ആയിട്ടുള്ള, മൾട്ടി ലെഗ്ഡ് ആയിട്ടുള്ള, എയർ ബ്രീത്തിങ് ആയിട്ടുള്ള ടെറസ്ട്രിയൽ ആർത്രോപോഡുകളാണ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് സെന്റിപെഡ്സും അതുപോലെ തന്നെ മില്ലിപെഡ്സും ആണ്. എന്താ സെന്റിപെഡ്സ് എന്ന് പറഞ്ഞാൽ? സെന്റിപെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴുതാര. ഓക്കെ, പഴുതാരനെയാണ് സെന്റിപെഡ്സ് എന്ന് പറയുന്നത്. മില്ലിപെഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേരട്ട. ഓക്കെ, അപ്പം നമ്മുടെ പഴുതാരയും തേരട്ടയും ഒക്കെ വരുന്ന ആർത്രോപോഡിന്റെ ക്ലാസ് ഏതാണ്? അത് മിരിയാപോഡ. ഇനി ബാക്കി ഫീച്ചേഴ്സ് നോക്കാം. നിങ്ങൾ ഈ എക്സാമ്പിൾസ് വെച്ച് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും കണക്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇനി അവരുടെ ബോഡി എങ്ങനെയാണ്? ലോങ് ബോഡിയാണ്, വിച്ച് ഇസ് ഡിവിസിബിൾ ഇൻ ടു ഹെഡ് ആൻഡ് ട്രങ്ക് ആൻഡ് നോ ഡിഫറൻസിയേഷൻ ഇൻ ടു തൊറാക്സ് ആൻഡ് അബ്ഡോമൻ. ഹെഡ്, ട്രങ്ക് ആയിട്ടാണ് അവരുടെ ബോഡി നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഹെഡ് ബിയേഴ്സ് എ പെയർഡ് ഐസ്, ആന്റിനെ, മാൻഡിബിൾ ആൻഡ് മാക്സിലെ. ഹെഡിൽ എന്തൊക്കെയുണ്ട്? ഒരു പെയർ ഓഫ് ഐസ് ഉണ്ട്, ആന്റിന ഉണ്ട്, മാൻഡിബിൾ ഉണ്ട്, മാക്സില ഉണ്ട്. ഈച്ച് ട്രങ്ക് സെഗ്മെന്റ് ബിയേഴ്സ് 1 or more പെയർ ഓഫ് ജോയിന്റഡ് ലെഗ്സ്. ഓരോ ട്രങ്ക് സെഗ്മെന്റിലും ഒന്നോ അതിൽ കൂടുതലോ ജോയിന്റഡ് ലെഗ്സിന്റെ പെയർസ് കാണാനായിട്ട് പറ്റും. എലിമെന്ററി കനാൽ ഈസ് സ്ട്രെയിറ്റ് വിത്ത് ഗ്ലാൻഡ്ലെസ് മിഡ്ഗട്ട്. എലിമെന്ററി കനാൽ സ്ട്രെയിറ്റ് ആണ്, അതുപോലെ തന്നെ ഗ്ലാൻഡ്ലെസ് മിഡ്ഗട്ടും കാണാൻ പറ്റും. റെസ്പിറേറ്ററി ഓർഗൻസ് ആർ ട്രക്കിയെ വിത്ത് സ്പൈറാക്കിൾസ്. റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ട്രക്കിയെ വിത്ത് സ്പൈറാക്കിൾസ് ആണ്. ലോങ് ആൻഡ് ചേംബേർഡ് ഹാർട്ട് അവർക്ക് പ്രസന്റ് ആണ്. അതുപോലെ തന്നെ ദ ഹാർട്ട് ഈസ് വിത്ത് ലാറ്ററൽ ഓസ്റ്റിയം. ഹാർട്ടിന് ലാറ്ററൽ ഓസ്റ്റിയം പ്രസന്റ് ആണ്.
എക്സ്ക്രീറ്ററി ഓർഗൻസ് ഏതാണ്? ആൽപീജിയൻ ട്യൂബ്യൂൾസ് ആണ്. ദെൻ സെക്സസ് ആർ സെപ്പറേറ്റ്. ഗോണാഡ് യൂഷ്വലി സിംഗിൾ ബട്ട് വിത്ത് പെയർഡ് ഗോണോഡക്റ്റ്. സെക്സസ് സെപ്പറേറ്റ് ആണ്, ഗോണാഡ്സ് യൂഷ്വലി സിംഗിൾ ആയിരിക്കും വിത്ത് പെയർഡ് ഗോണോഡക്റ്റ്. ഇതിൽ ഈ മിറിയാപോഡ്സിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളത് സെന്റിപെഡ് ആണ്, അതായത് പഴുതാരേനെയാണ് എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ തന്ന എല്ലാ ക്ലാസ്സുകളുടെയും മേജർ ആയിട്ടുള്ള അതായത് ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ള ഫീച്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒരു പെട്ടെന്ന് ലൈക്ക് കുറച്ച് ഡിഫറെൻ്റ് ആണെന്ന് തോന്നുന്ന ഏതെങ്കിലും ഫീച്ചർ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ മസ്റ്റായിട്ടും പഠിച്ചിരിക്കേണ്ടത് ഇവരുടെ എക്സാമ്പിൾസ് ആണ്. സിലബസിൽ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾ ഏതാണോ അത് മസ്റ്റായിട്ട്, ഏത് ക്ലാസ് ഏത് എക്സാമ്പിൾ അത് മസ്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. അതുപോലെ വേറെ ഏതെങ്കിലും ടോപ്പിക്സ് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മെൻഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് അതനുസരിച്ചിട്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.